നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 52,635 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിനായെന്ന് മന്ത്രി എം.ബി. രാജേഷ്. കേരളത്തിൽ മുൻഗണന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനുമാണെന്നും മന്ത്രി. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ യുവാക്കളെ സംബന്ധിച്ച് തൊഴിലാണ് പ്രധാനമെന്നും തൊഴിലിൽ മികവ് പ്രകടിപ്പിക്കാനാവണമെന്നും മന്ത്രി ഒ.ആർ. കേളു. പട്ടികജാതി വർഗ വിഭാഗത്തിലെ കുട്ടികൾ ലോകത്തെവിടെയും തൊഴിൽ ചെയ്യാൻ തയ്യാറാവണമെന്നും മന്ത്രി. ചതുർഭാഷാ നിഘണ്ടു രചിച്ച ഞാറ്റുവേല ശ്രീധരന് നാടിന്റെ അന്ത്യാഞ്ജലി. ഓർമ്മയായത് രണ്ടാം ഗുണ്ടർട്ട് എന്ന വിശേഷിപ്പിക്കപ്പെട്ട ഗ്രന്ഥകാരൻ. പാനൂരിനടുത്ത് മൊകേരി സ്വദേശി ബാംഗ്ലൂരിൽ കാറിടിച്ചു മരിച്ചു. മരിച്ചത് നൊച്ചോളി പള്ളിക്കു സമീപത്തെ കുനിയിൽ സുരേഷ്. വാർത്തകൾ വിശദമായി. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 52,635 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിനായെന്ന് തദ്ദേശ സ്വയംഭരണം എക്സൈസ് വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2021 ചുമതലയേറ്റ സംസ്ഥാന സർക്കാർ ആദ്യമെടുത്ത തീരുമാനം സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക എന്നതായിരുന്നു. ഇതിനായി സർവേ നടത്തി 64,006 കുടുംബങ്ങളെ കണ്ടെത്തി. ഓരോ കുടുംബങ്ങൾക്കും ദാരിദ്ര്യമുക്തിക്കായി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി. 5 വർഷം കൊണ്ട് 94.47% പേരെയും അതിദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റി. കേരളത്തിൽ മുൻഗണന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനുമാണെന്നും ഇത്തരത്തിൽ കേരളം ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയാണെന്നും എം.പി. രാജേഷ് പറഞ്ഞു. കേരളത്തിന്റെ മുൻഗണനകൾ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. ജനങ്ങൾക്ക് എങ്ങനെ ക്ഷേമം ഉറപ്പുവരുത്താം, നാട്ടിൽ എങ്ങനെ വികസനം ഉറപ്പുവരുത്താം, എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താം മനുഷ്യരുടെ ജീവിതത്തെ, അതാണ് നമ്മുടെ മുൻഗണന. അതാണ് കാണിക്കുന്നത്. അതുകൊണ്ട് കണ്ണൂരുകാരുടെ പരാതിക്ക് ഞാൻ ഒരു തെറ്റും പറയില്ല. പരിഭവത്തിന് അതൊരു ആരോഗ്യകരമായ മത്സരത്തിൻ്റെതായിട്ട് കണക്കാക്കേണ്ടതുള്ളൂ. ഇനി ഏതാനും ആഴ്ച കൊണ്ട് ആര് മുമ്പിലെത്തിയെന്നുള്ളതിന് പ്രസക്തിയില്ല. അതെ, കണ്ണൂരുകാർ തന്നെയാണ് മുമ്പിലെത്തിയത് എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം. ഇന്ത്യയിൽ ആദ്യമായൊരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രമേ ആവശ്യമുള്ളൂ. നമ്മൾ 2021 ഈ ഗവൺമെന്റ് അധികാരമേറ്റപ്പോൾ ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനം, ഇതാണ് പ്രത്യേകത. ആദ്യം ചേർന്ന മന്ത്രിസഭാ യോഗം, സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാർ പോയി ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിന്റെ ഒന്നാമത്തെ തീരുമാനം, അത് കാണിക്കുന്നത് തന്നെ ഗവൺമെന്റിന്റെ മുൻഗണന എന്താണ് എന്നാണ്. ആരോടാണ് ഗവൺമെന്റിന് പ്രതിബദ്ധത എന്നാണ് ഇത് കാണിക്കുന്നത്. കണ്ണൂർ ജില്ല കൈവരിച്ച നേട്ടം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ്. തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടവും നേട്ടത്തിന്റെ അവകാശികളാണ്. മാലിന്യമുക്തി ഉൾപ്പെടെയുള്ള മറ്റു പ്രവർത്തനങ്ങളും ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും മന്ത്രി പറഞ്ഞു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായി. ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. MLA-മാരായ കെ ശൈലജ ടീച്ചർ, KV സുമേഷ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി, വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ BK സുരേഷ് ബാബു, പൊതുമരാമത്ത് സ്ഥിരസമിതി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് T സരള, LSGD ജില്ലാ ജോയിന്റ് ഡയറക്ടർ TJ അരുൺ, ആസൂത്രണ സമിതി അംഗം KV ഗോവിന്ദൻ, ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ P ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ യുവാക്കളെ സംബന്ധിച്ച് തൊഴിലാണ് പ്രധാനമെന്നും തൊഴിലിൽ മികവ് പ്രകടിപ്പിക്കാനാവണമെന്നും മന്ത്രി ഒ.ആർ. കേളു. പട്ടികജാതി വർഗ വിഭാഗത്തിലെ കുട്ടികൾ ലോകത്ത് എവിടെയും തൊഴിൽ ചെയ്യാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. NTTF-ൽ പട്ടികജാതി വർഗ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾ ലോകത്ത് എവിടെയും തൊഴിൽ ചെയ്യാൻ തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. NTTF-ൽ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുമായി സംവദിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. SC/ST-കാരുടെ സ്വഭാവം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. SC/ST-കാരുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിനടുത്ത് ജോലി കിട്ടും, അല്ലേ? വീട് വിട്ടങ്ങോട്ട് പോകാൻ നമുക്ക് വലിയ മടിയായിരിക്കും. അല്ലെങ്കിൽ
അല്ലെങ്കിൽ ജില്ലയിൽ എങ്ങനെയെങ്കിലും നോക്കാം, ജില്ല വിട്ടു പോകാൻ വേണ്ടിയാണ്. അങ്ങനെ ചിന്തിച്ചാൽ കാര്യം നടക്കുമോ? അത് ചിന്തിച്ചാൽ കാര്യം നടക്കുമോ? അതുകൊണ്ട് ജോലി പഠിച്ചു കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ എവിടെ ജോലി കിട്ടിയാലും അങ്ങോട്ട് പോകാനുള്ള ഒരു മാനസികമായിട്ടുള്ള തയ്യാറെടുപ്പ് ഉണ്ടാവണമല്ലേ. ഒരുപക്ഷെ നമ്മൾ ഗവൺമെൻറ് വിചാരിക്കുകയാണ് നമ്മളെല്ലാം തൊഴിൽ പഠിച്ചു, നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ വകുപ്പ് തന്നെ നിങ്ങളെല്ലാം സെലക്ട് ചെയ്ത് നമ്മൾ ഹോസ്റ്റലിലേക്ക് വിടാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കുന്നു. അതിൽ ആരൊക്കെ വരും? അങ്ങനെ വരാൻ തയ്യാറുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ. നമ്മുടെ ഗവൺമെൻറ് നിങ്ങൾ ഈ തൊഴിൽ പഠിച്ച ഹോസ്റ്റലിലേക്ക് കൊണ്ടാന്ന് വിചാരിക്കുക. അസാപ് NTTF പരിശീലന കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ R. അയ്യപ്പൻ അധ്യക്ഷനായി. വികാസ് പാലേരി, വൈസ് പ്രിൻസിപ്പൽ VM സരസ്വതി, A. രൺധീർ, PP ഷീമ എന്നിവർ പങ്കെടുത്തു. T. രത്നേഷ്, TP തിലകൻ, CR നിഖിൽ, S. പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ നിര്യാതനായ ചതുർഭാഷാ നിഘണ്ടുവിന്റെ പിതാവ് തലശ്ശേരി തിരുവങ്ങാട് പപ്പന്റെ പീടികയ്ക്ക് സമീപം ഞാറ്റുവേല ശ്രീധരന് നാടിന്റെ അന്ത്യാഞ്ജലി. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നൂറുകണക്കിന് ആളുകൾ അന്തിമോപചാരം അർപ്പിക്കാനെത്തി. മൃതദേഹം കണ്ടിക്കലിൽ സംസ്കരിച്ചു. സീനിയർ സിറ്റിസൺസ് ഫോറം വയലളം യൂണിറ്റ് പ്രസിഡന്റായിരിക്കുമ്പോഴാണ് നിഘണ്ടു പ്രസിദ്ധീകരിച്ചത്. ലക്ഷത്തിൽ പരം വാക്കുകളുള്ള നിഘണ്ടുവിന് 860 പേജാണ്. മലയാളത്തിലെ ഓരോ വാക്കിനും നാനാർത്ഥങ്ങൾക്ക് സമാനമായ കന്നഡ, തമിഴ്, തെലുങ്ക് വാക്കുകളാണ് ചേർത്തത്. മലയാളം ലിപിയാണ് 4 ഭാഷയിലെ വാക്കുകളും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, ആന്ധ്ര മുഖ്യമന്ത്രിയായിരുന്ന ജഗ്മോഹൻ റെഡ്ഡി എന്നിവരുടെ ലേഖനവും ഉൾപ്പെടുത്തി. 2023 മെയ് 19 രണ്ടാം പതിപ്പ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ചതുർ ദ്രാവിഡ ഭാഷാ പദപരിചയം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ കോടിയേരി ഓണിയൻ സ്കൂളിന് സമീപത്തെ മകൻ്റെ വീട്ടിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോൾ നാടിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നുമായി നൂറുകണക്കിന് ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു. പരേതരായ ചാത്തു ദേവി ദമ്പതികളുടെ ഏക മകനാണ്. യശോദയാണ് ഭാര്യ. ശ്രീവത്സൻ, ശ്രീധന്യൻ, ശ്രീജ, ശ്രീധയൻ എന്നിവർ മക്കളും ഷീജ, സ്മിത, സതീശൻ, ധന്യ എന്നിവർ മരുമക്കളുമാണ്. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. സർവകക്ഷി യോഗവും ചേർന്നു. പ്രവർത്തനത്തിലും സർവീസ് സംഘടനാ രംഗത്തും അതോടൊപ്പം CPIM-ന്റെ പഴയ തിരുവങ്ങാട്, തലശ്ശേരി അടങ്ങുന്ന മുനിസിപ്പൽ പ്രദേശത്തിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗമായും NJ യൂണിയൻ്റെ പ്രവർത്തന മേഖലയിലും പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ പ്രവർത്തന വഴികളിലും സജീവമായ നേതൃപരമായ പങ്കുവഹിച്ചുകൊണ്ടാണ് ശ്രീധരേട്ടൻ്റെ ജീവിത ചക്രം പൂർത്തിയായിട്ടുള്ളത്. വളരെ പ്രയാസകരമായ സാഹചര്യത്തിലാണ് തൻ്റെ ബാല്യകാലം എന്ന അദ്ദേഹം ജീവചരിത്ര ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് പലരും വായിച്ചിട്ടുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇത്തരമൊരു അനുശോചന യോഗത്തിൽ നമുക്ക് അത്തരം വിശദമായ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകാനും കഴിയുന്ന ഒന്നല്ല എന്ന് എല്ലാവർക്കും അറിയാം. ജീവിതത്തിൻ്റെ പൊതുപ്രവർത്തന വഴികളിൽ നിന്ന് ലഭിച്ച തൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യവുമായ ധാരണകളെ, വിശ്വാസ പ്രമാണങ്ങളെ ജീവിതാന്ത്യം വരെ മുറുകെ പിടിക്കാൻ സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. താൻ ഉയർത്തിപ്പിടിക്കുന്ന യുക്തിബോധം അഥവാ യുക്തിചിന്ത അത് ജീവിതത്തിൻ്റെ അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു. 102 വയസ്സുവരെ ജീവിച്ച PS-ഉം 87 വയസ്സ് പിന്നിട്ട ശ്രീധരേട്ടനും തൻ്റെ വിശ്വാസ പ്രമാണങ്ങളിൽ
മുറുകെ പിടിക്കാൻ ആഗ്രഹിച്ച തൻ്റെ യുക്തിബോധത്തെ, യുക്തിചിന്തയെ, നിരീശ്വരത്വത്തെ അവസാനം വരെ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. പലർക്കും ഇടക്ക് വെച്ച് ഇടർച്ച പറ്റാറുണ്ടെങ്കിലും പക്ഷേ ഈ സാമൂഹ്യശാസ്ത്ര ബോധത്തെ വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാൻ ശ്രീധരേട്ടൻ അടക്കമുള്ള ആളുകൾ തയ്യാറായില്ല എന്നുള്ളതാണ്. മലയാളത്തിന് അമൂല്യമായ ഭാഷാ നിഘണ്ടു സമ്മാനിച്ചാണ് രണ്ടാം ഗുണ്ടർട്ട് എന്ന് വിശേഷിക്കപ്പെട്ട ഞാറ്റുവേല ശ്രീധരൻ വിട പറഞ്ഞത്. വാക്കുകൾ തേടിയുള്ള ഒരു സാധാരണ മനുഷ്യന്റെ അസാധാരണമായ ജീവിതമാണ് അവസാനിച്ചത്. ദക്ഷിണേന്ത്യൻ ഭാഷകളും അർത്ഥവും തേടി പതിറ്റാണ്ടുകളോളം അലഞ്ഞാണ് മലയാളത്തിന്റെ അക്ഷര സുഹൃതമായ ചതുർഭാഷാ നിഘണ്ടുവെന്ന സ്വപ്നം ഞാറ്റുവേല ശ്രീധരൻ സഫലമാക്കിയത്. 4ാം ക്ലാസ് തോറ്റ ബീഡി തൊഴിലാളി ചതുർഭാഷാ നിഘണ്ടു രചിച്ചപ്പോൾ ഒന്നും അസാധ്യമല്ലെന്ന പാഠമാണ് ലോകത്തിന് അദ്ദേഹം നൽകിയത്. തലശ്ശേരിക്കടുത്ത് തിരുവങ്ങാട് പപ്പന്റെ പീടികയിലെ ഞാറ്റുവേല ശ്രീധരൻ എന്ന 87കാരൻ്റെ ദ്രാവിഡ ഭാഷാ നിഘണ്ടു 2020 കേരളപ്പിറവി ദിനത്തിലാണ് പുറത്തിറങ്ങിയത്. ഉന്നത വിദ്യാഭ്യാസ ബിരുദങ്ങളോ അക്കാദമിക് പാണ്ഡിത്യത്തിൻ്റെ പിൻബലമോ ഇല്ലാത്ത സ്വപരിശ്രമത്താൽ ഭാഷകൾ പഠിച്ച് ശബ്ദകോശം തയ്യാറാക്കിയ സാഹസികനാണ് ശ്രീധരൻ. വൈതരണികൾ ഒരുപാട് പിന്നിട്ടാണ് ജീവിത സാഫല്യം പോലെ നിഘണ്ടു അച്ചടിമഷി പുരണ്ടത്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്നിൽ വെച്ചാണ് ജർമ്മൻകാരനായ ഹെർമൽ ഗുണ്ടട്ട് ശാസ്ത്രീയമായ നിഘണ്ടു മലയാള ഭാഷയ്ക്ക് സമർപ്പിച്ചത്. അതേ തലശ്ശേരിയിലെ തിരുവങ്ങാടിനടുത്ത മറ്റൊരു കുന്നിന് പുറത്തെ കൊച്ചു വീട്ടിലിരുന്നാണ് രണ്ടാം ഗുണ്ടർട്ട് എന്ന് വിശേഷിക്കപ്പെട്ട ഞാറ്റുവേല ശ്രീധരൻ വാക്കുകൾ സ്വപ്നം കണ്ടതെന്നതും യാദൃശ്ചികതയാണ്. പാനൂരിനടുത്ത് മൊകേരി സ്വദേശി ബാംഗ്ലൂരിൽ കാറിടിച്ചു മരിച്ചു. ബാംഗ്ലൂർ മൈസൂർ റോഡിൽ നായനഹള്ളിയിൽ ബുധനാഴ്ച രാത്രി 11:30യോടെയാണ് സംഭവം. മൊകേരി നൊച്ചോളി പള്ളിക്ക് സമീപത്തെ കുനിയിൽ സുരേഷിനെയാണ് അമിത വേഗത്തിൽ വന്ന കാർ ഇടിച്ച് തെറിപ്പിച്ചത്. ബേക്കറി നടത്തുകയായിരുന്ന സുരേഷ് സ്ഥാപനം അടച്ച് താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് അപകടം. ഗുരുതരമായി പരിക്കേറ്റ സുരേഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരേതനായ ഈ കുമാരൻ നാണി ദമ്പതികളുടെ മകനാണ്. ഷെറീനിയാണ് ഭാര്യ. മാളവിക, അഭിമന്യു എന്നിവർ മക്കളാണ്. രാജ്യസഭാംഗമായതിനു ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയ BJP MP സി സദാനന്ദൻ മാസ്റ്റർക്ക് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല സ്വീകരണം. BJP സൗത്ത് ജില്ലാ കമ്മിറ്റിയാണ് സ്വീകരണം ഒരുക്കിയത്. നേതാക്കളും പ്രവർത്തകരും അടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യമായി ജന്മനാട്ടിലെത്തിയ സി സദാനന്ദൻ മാസ്റ്റർക്ക് BJP കണ്ണൂർ സൗത്ത് ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയത് പ്രൗഢോജ്വല വരവേൽപ്പ്. തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലെത്തിയ സദാനന്ദൻ മാസ്റ്ററെ വാദ്യമേളങ്ങളോടുകൂടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഷാളണിയിച്ച് സ്വീകരിച്ചു. BJP നേതാക്കളായ ബിജു എളക്കുഴി, N ഹരിദാസ്, MP സുമേഷ്, അഡ്വക്കേറ്റ് ഷിജിലാൽ, N രതി എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് തലശ്ശേരി പ്രസ് ഫോറം, പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി പ്രസ് ഫോറം ഹാളിൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു.
സ്വാതന്ത്ര്യം, സ്വപ്നവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിൽ നടന്ന മത്സരം സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തലശ്ശേരി പ്രസ് ഫോറം, പത്രാധിപർ EK നായനാർ സ്മാരക ലൈബ്രറിയും സംയുക്തമായി പ്രസ് ഫോറം ഹാളിലാണ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യം, സ്വപ്നവും യാഥാർത്ഥ്യവും എന്ന വിഷയത്തിലാണ് മത്സരം നടന്നത്. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാഷ ഒരു പ്രധാന ഘടകമാണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ പ്രാസംഗികരിലൊരാൾ നമ്മുടെ സുകുമാർ അഴീക്കോടാണ്. എന്ത് സുന്ദരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. MN വിജയൻ മാഷ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ പോലും നമുക്ക് വലിയ അത്ഭുതങ്ങളാണ്. എന്നാൽ അക്ഷരാഭ്യാസം ഇല്ല, അടിസ്ഥാന വിദ്യാഭ്യാസം ഇല്ലാതെ മനോഹരമായി സംസാരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മോട്, കേരളത്തിന്റെ ചരിത്രത്തിന്റെ ഭാഗമായി നിന്ന ഒരു മനുഷ്യൻ നമ്മോട് വിട പറഞ്ഞത് VS അച്യുതാനന്ദനാണ്. എന്ത് ഭംഗിയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. ജീവിതത്തിലെ അനുഭവങ്ങളാണ്, നമ്മുടെ മനസ്സിൽ ഉള്ളിൽ തട്ടിയ അനുഭവങ്ങളാണ് പിന്നീട് വാക്കുകളായിട്ട് നമ്മുടെ നാവിൽ കൂടെ വരുന്നത്. അതിന് നമ്മൾ നന്നായി വായിക്കണം. നന്നായി വായിക്കുന്നതോടൊപ്പം പ്രസംഗം എന്ന കലയെ നമ്മുടെ വരുതിയിൽ നിർത്താനും നമുക്ക് കഴിയണം. സദസ്സറിഞ്ഞ് പ്രസംഗിക്കുക, വിഷയം പഠിച്ച് പ്രസംഗിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ വിഷയത്തെയും പറ്റി ആധികാരികമായി സംസാരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പൂർണ്ണമായും ഇഴുകിച്ചേർന്നുകൊണ്ട് സംസാരിക്കണം. പാലയാട് രവി അധ്യക്ഷനായി. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് V പ്രദീപൻ സമ്മാനദാനം നിർവഹിച്ചു. തിരിച്ചറിവ് കുറഞ്ഞു പോകുന്ന ഒരു സമൂഹം ആയതുകൊണ്ടാണ് സ്വന്തം അനിയനെ അടിച്ചു കൊല്ലാൻ ഒരു മടിയില്ലാത്ത ഏട്ടന്മാരുണ്ടാവുകയാണ്. സ്വന്തം അമ്മയെ അടിച്ചു കൊല്ലാൻ മടിയില്ലാത്ത മക്കൾ ഉണ്ടാവുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ അടുത്ത ദിവസം ഒരു മാസം മുമ്പേ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി ഉണ്ടായി. വിസ്മയുടെ ഭർത്താവിന് ജാമ്യം കിട്ടിയതാണ് കുറെ കൊല്ലത്തിന് ശേഷം, അല്ലെ? വിസ്മയ ആരാന്ന് നിങ്ങൾക്കറിയാം. സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ പേരാണ്, അല്ലെ? നമ്മൾ വിചാരിക്കുക അയാൾ പെൺകുട്ടിയെ കൊന്നത് 4ാം ക്ലാസ്സുകാരനായിരിക്കും ഭർത്താവ് എന്ന് വിചാരിക്കുക. എന്നാൽ ആരാ? മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. വലിയ ഉദ്യോഗസ്ഥനാണ്. വലിയ വിവരം നമുക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, അല്ലെ? വലിയ അറിവൊക്കെ ഉണ്ട്. പക്ഷെ അയാൾക്ക് തിരിച്ചറിവുണ്ടായില്ല. എന്റെ ഭാര്യയെ സ്ത്രീധനത്തിന്റെ പേരിൽ കൊല്ലുന്നത് വലിയ മോശമാണ് എന്ന തിരിച്ചറിവ്, ആ വിദ്യാഭ്യാസം എല്ലാം നേടിയിട്ടും ആ മനുഷ്യന് കിട്ടിയില്ല. ഇതാണ് കേരളം നേരിടുന്ന വലിയ പ്രശ്നം. തിരിച്ചറിവുണ്ടാവാൻ നമുക്ക് പുസ്തകങ്ങൾ സഹായിക്കും. നല്ല മനുഷ്യനാവാൻ, മനുഷ്യത്വം ഉണ്ടാവാൻ, സൗഹൃദം ഉണ്ടാവാൻ ഒക്കെ പുസ്തകം സഹായിക്കും. അതുകൊണ്ട് എന്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, കേവലം ഒരു മത്സരത്തിന് വേണ്ടി കുറെ പ്രിപ്പയർ ചെയ്തിട്ട് വന്ന് പഠിക്കലല്ല, അത് പ്രസംഗിക്കലല്ല. അതിലപ്പുറത്ത് നിങ്ങളുടെ ഉള്ളിലേക്ക് അറിവുകൾ എത്തിക്കാൻ നല്ല വായന സഹായിക്കും. P ദിനേശൻ, പ്രജീഷ് വേങ്ങ, N സിറാജുദ്ദീൻ, KP ഷോമിത്, പൊന്നം കൃഷ്ണൻ, P ഐശ്വര്യ എന്നിവർ സംസാരിച്ചു. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ MK ലുബാന, അലോണ വിനീഷ്, KM മയൂഖ, ഹൈസ്കൂൾ വിഭാഗത്തിൽ ആനി ജോ വർഗീസ്, അനശ്വർ ശ്രീജേഷ്, മിഡിൽജ ഹെസി എന്നിവരും യഥാക്രമം 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ചരിത്രത്തിന്റെ ഹൃദയത്തുടിപ്പിൽ എന്നും ഒരു പൊൻവിളക്കു പോലെ പ്രതിഷ്ഠ നേടിയ ആശാന്റെ ആപ്തവാക്യം, പ്രിയരെ, 1963 ചരിത്രാധ്യായത്തിൽ ജനങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനുമായി അമേരിക്കയിലെ വാഷിംഗ്ടണിൽ നമ്മൾ ഓർക്കുക പോലും ചെയ്യുന്നില്ല. അവർ നമ്മുടെ പൂർവികരുടെ പ്രയത്നവും സഹനവും എല്ലാം, ദുരിതവും എല്ലാം നാം ഒരു ഓഗസ്റ്റ് 15 മാത്രമായി ഒതുക്കിയിരിക്കുന്നു. സ്വപ്നത്തിൽ, ഭാരതത്തിന് വേണ്ടി കണ്ട സ്വപ്നത്തിൽ ഇതൊന്നുമല്ല അവർ കണ്ടിരുന്നത്. ലഹരി മാഫിയയുടെ വലയത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തെ നാം ഓരോരുത്തരും സംരക്ഷിക്കുകയാണ് ചെയ്യേണ്ടത്. മഹാത്മാഗാന്ധിയും മറ്റ് സമര നേതാക്കന്മാരും കണ്ട ഒരു ഇന്ത്യ അല്ല ഇപ്പോഴുള്ള ഈ ഇന്ത്യ. അവർ കണ്ട സ്വപ്നം നാം യാഥാർത്ഥ്യമാക്കുകയാണ് വേണ്ടത്. അസമത്വത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ? ജാതി, മത, വർഗ, വർണ്ണ വിവേചനത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചോ? ചിന്തിക്കുന്നത് യുവതലമുറകളാണ്. ഈ കാലഘട്ടത്തിലെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് യുവതലമുറകൾക്ക് ശരിയായ അറിവാണുള്ളത്.
പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും സംയുക്തമായി സൗജന്യ മെഡിക്കോ ലീഗൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാനൂർ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഹാളിൽ നടന്ന പരിപാടി KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. KP മോഹനൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പെട്ടെന്ന് എന്ത് ചെയ്യണം, പറഞ്ഞു വീണാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു അവബോധം നിങ്ങളിതൊക്കെ തന്നെ സൃഷ്ടിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനോട് അനുസരിച്ച് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചില്ല. 2 പ്രത്യേകിച്ച് രോഗികൾക്ക് മാത്രമല്ല എല്ലാവർക്കും ആവശ്യമുള്ള ഒരു നല്ലൊരു ചടങ്ങിലാണ് നമ്മളുള്ളത്. ആ ചടങ്ങിൽ എത്തിച്ചേർക്കാൻ വേണ്ടിയിട്ടവരെ മുഴുവൻ ഞാൻ എല്ലാവർക്കും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. ഡോക്ടർ MK സന്തോഷ് ക്ലാസ് എടുത്തു. യാക്കൂബ് എലാങ്കോട് അധ്യക്ഷത വഹിച്ചു. TK അബ്ദുൽ റഷീദ്, T അബൂബക്കർ, സുധീർ കാളോത്ത്, ഡോക്ടർ ഹസൻ എന്നിവർ സംസാരിച്ചു. തലശ്ശേരി ജില്ലാ കോടതിയിലെ അഡ്വക്കേറ്റ് K ബിന്ദു മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുമുള്ള ക്ലാസ് എടുത്തു. കോടതിയോടൊപ്പം തന്നെ മുതിർന്ന പൗരന്മാരുടെ കേസ് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ അതിനൊരുപാട് പാഠഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു മുതിർന്ന പൗരന്മാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനും സംരക്ഷണത്തിനുള്ള നിയമം 2007. ഈ നിയമം പ്രധാനമായി കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ സംരക്ഷണം. ആരുടെ കടമയാണ് മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത്? മക്കളെ കടമ. എന്തെങ്കിലും മക്കള് മാതാപിതാക്കളെ സംരക്ഷിക്കുന്നുണ്ടോ? നമ്മളിപ്പോ റീസെന്റ് ആയിട്ട് വന്ന ഒരു വാർത്ത കണ്ടില്ലേ അല്ലെ? 2000 രൂപ കൊടുക്കാൻ കോടതി വിധിയായിട്ട് മാതാവിനോ പിതാവിനോ 2000 രൂപ, ഒരു 2000 രൂപ. ഇന്ന് നമുക്ക് 2000 രൂപ എന്തിനെങ്കിലും തികയോ? ഈ ഒരു തുക വിധിയായിട്ട് ആ തുക കൊടുക്കാൻ പോലും മക്കൾ തയ്യാറാവാതെ അപ്പീലിനെ സമീപിച്ചല്ലേ? ആ കോടതിയിലാണ് ഹൈക്കോടതി രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. പാരാലീഗൽ വളണ്ടിയർമാരായ ബിനീഷ് പാനൂർ, ബബിത, KK ശ്രീരഞ്ജനി, സവിത, അഞ്ജന എന്നിവർ നേതൃത്വം നൽകി. ശ്രാവൺ രാജ് സ്വാഗതവും രഘുനാഥ് നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode.
അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. പാനൂരിന്റെ ഹൃദയത്തിൽ പുതിയൊരു രുചിലോകവുമായി ഒമാസ് റെസ്റ്റോറന്റിന്റെ 4ാമത്തെ ശാഖ നൊച്ചിക്കാട് മൈതാനിക്ക് സമീപം പൂക്കോം റോഡിൽ. വൈവിധ്യമാർന്ന വിഭവങ്ങൾ കൊണ്ട് നിങ്ങളുടെ രുചിമുകളങ്ങളെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ ഒമാസ് റെസ്റ്റോറന്റ്. തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണി, വിവിധതരം ഒമാസ് സ്പെഷ്യൽ അറേബ്യൻ മന്തി, ചൈനീസ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, വെജ്, നോൺ വെജ് എല്ലാം ഒരു കുടക്കീഴിൽ. ഒരു നല്ല ഭക്ഷണാനുഭവത്തിനായി ഒമാസ് റെസ്റ്റോറന്റ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഏറ്റവും മികച്ച പാർട്ടി ഹാളും ഒരുക്കിയിരിക്കുന്നു. ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ ആഘോഷങ്ങൾ ഏതുമാവട്ടെ എല്ലാം ഇനി ഒമാസിൽ. വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുടുംബസമേതം ഒത്തുചേരാൻ പാനൂരിൽ അതിമനോഹരമായ അന്തരീക്ഷം, കുട്ടികൾക്കായി ആധുനിക സൗകര്യത്തോടുകൂടിയ കളിസ്ഥലം. ഒമാസ്, രുചിയുടെയും വിശ്വാസത്തിന്റെയും പേര്. ഒമാസ് റെസ്റ്റോറന്റ്, പാനൂർ. വാർത്തകൾ തുടരുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കസ് എംപ്ലോയീസ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. തലശ്ശേരി സബ് കളക്ടർ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത്. സർക്കസ് കലാകാരന്മാരുടെ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുക, 5 മാസത്തെ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക, തടഞ്ഞുവെച്ച പെൻഷൻ പുനഃപരിശോധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സർക്കസ് എംപ്ലോയീസ് യൂണിയൻ INTUCയുടെ നേതൃത്വത്തിൽ തലശ്ശേരി സബ് കളക്ടർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. MP അരവിന്ദാക്ഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കൃത്യമായും സർക്കസ് കലാകാരന്മാർക്ക് ലഭിക്കാത്ത സാഹചര്യം എല്ലാ കാലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പലപ്പോഴും 10 മാസം, 5 മാസം, 8 മാസം കൂടിയാലാണ് ഇവർക്ക് പെൻഷൻ ലഭിക്കുന്നത്. കളക്ടറേറ്റിലെ DDC മീറ്റിങ്ങിൽ പലതവണ ഇത് ആവർത്തിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു വോട്ട് ബാങ്കല്ല. വാർദ്ധക്യകാല പെൻഷനാണെങ്കിൽ 1 ലക്ഷം പേർ പെൻഷൻ വാങ്ങുന്നവരുണ്ട്. അവരൊരു സമരം ചെയ്താൽ ഉടൻ സർക്കാർ അനുവദിക്കും. ഇത് കേരളത്തിലാകമാനം തപ്പി നോക്കിയാൽ കിട്ടാവുന്നത് ഏകദേശം ഒരു 3000-ഓളം ആളുകളാണ്. ഈ 3000-ഓളം ആളുകളിൽ കണ്ണൂർ ജില്ലയിലുള്ളത് 1200 ആളുകളാണ്. ഈ 1200 ആളുകളിൽ ഈ 2 പെൻഷനും വാങ്ങുന്നത് ഒഴിവാക്കി 1 പെൻഷൻ മാത്രമേ വാങ്ങാവൂ എന്ന സർക്കാരിൻ്റെ നിർദ്ദേശം വന്നപ്പോൾ ഈ പെൻഷനിൽ പല ആളുകളും എഴുതി കൊടുത്തു. ചില ആളുകൾ എഴുതി കൊടുത്തു, എനിക്ക് ഇന്നേ പെൻഷൻ മതി, 2 പെൻഷനും കിട്ടണമെന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ സർക്കാർ ഒരു പെൻഷനെ തരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുക എന്ന നിലയിലാണ് ആളുകൾ പലരും. അന്ന് 1200 രൂപ സർക്കസ് പെൻഷനും 1600 രൂപ വാർദ്ധക്യകാല പെൻഷനും ഉണ്ടായിരുന്നു. അപ്പോൾ 1600 രൂപ വാർദ്ധക്യകാല പെൻഷൻ മതിയെന്ന് പറഞ്ഞ് 10-200 പേര് എഴുതി കൊടുത്തു. ആ എഴുതി കൊടുത്ത ആളുകൾക്ക് വാർദ്ധക്യകാല പെൻഷനും കിട്ടുന്നില്ല, സർക്കസ് പെൻഷനും കിട്ടുന്നില്ല. 2 പെൻഷനും കിട്ടാത്ത ആളുകൾ ഈ ജാഥയിലുണ്ട്. K. പവിത്രരാജ് അധ്യക്ഷനായി. ചൂര്യായി ചന്ദ്രൻ മാസ്റ്റർ, PV രാധാകൃഷ്ണൻ, ജതീന്ദ്രൻ കുന്നോത്ത്, U. സിയാദ്, A. പ്രേമൻ, CV ജയേന്ദ്രൻ, P. അനിൽകുമാർ, A. ഷർമിള, സതി തുടങ്ങിയവർ സംസാരിച്ചു. BJP മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ത്രിവർണ സ്വാഭിമാന യാത്ര കൂത്തുപറമ്പിൽ സംഘടിപ്പിച്ചു. പാലത്തുംകരയിൽ നിന്നും ആരംഭിച്ച ത്രിവർണ സ്വാഭിമാന യാത്ര BJP കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്യം ഉദ്ഘാടനം ചെയ്തു. പാലത്തുംകരയിൽ നിന്ന് ആരംഭിച്ച ത്രിവർണ സ്വാഭിമാന യാത്ര BJP കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് ഷംജിത്ത് പാട്യം ഉദ്ഘാടനം ചെയ്തു. 1947 സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം നമ്മളൊക്കെ പഠിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെ കുറിച്ച് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളറിയുന്ന പല കാര്യങ്ങളും നമ്മളറിയേണ്ട പല കാര്യങ്ങളും പാഠപുസ്തകങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കാലഘട്ടമായിരുന്നു കടന്നുപോയ കാലഘട്ടം. എന്നാൽ നമ്മുടെ സർക്കാർ വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ എന്താണ് സ്വാതന്ത്ര്യ സമര കാലഘട്ടങ്ങളിൽ നടന്നത് എന്ന് പുതിയ തലമുറയെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരവധി മാറ്റങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ സമരം മഹാത്മാഗാന്ധിക്ക് മുന്നേ എന്ന ഒരു സത്യം പലപ്പോഴും നമ്മുടെ പുതിയ തലമുറയ്ക്ക് അറിയില്ല. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച് അതിൻ്റെ തുടർച്ചയാണ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന ബോധം നമുക്ക് പകർന്നു തരുന്നത് പുതിയ സാംസ്കാരിക ബോധത്തോടുകൂടിയുള്ള പാഠ്യപദ്ധതിയും അതിനോടനുബന്ധിച്ച് മണ്ഡലം ജനറൽ സെക്രട്ടറി TK സജീവൻ അധ്യക്ഷനായി. പ്രസാദ് വള്ളങ്ങാട് സ്വാഗതവും B അശോകൻ നന്ദിയും പറഞ്ഞു. ത്രിവർണ സ്വാഭിമാന യാത്ര നഗരം ചുറ്റി കൂത്തുപറമ്പ് ടൗൺ സ്ക്വയർ പരിസരത്ത് സമാപിച്ചു. BJP കണ്ണൂർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് N രതി, ജില്ലാ മീഡിയ കോ കൺവീനർ CK സുരേഷ്, KA പ്രത്യൂഷ്, കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലർ സുഷിന മാറോളി, പാട്യം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ P മജിഷ, N റീന, മൊകേരി പഞ്ചായത്ത് അംഗം സജിലത, P പുഷ്പലത, P സബിന എന്നിവർ നേതൃത്വം നൽകി. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ 83ാം വാർഷിക ദിനത്തിൽ സംയുക്ത കിസാൻ മോർച്ച തൊഴിലാളി കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യ വിടുക, കോർപ്പറേറ്റ് കമ്പനികൾ കൃഷി ഉപേക്ഷിക്കുക എന്നീ മുദ്രാവാക്യമുയർത്തിയാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ 83ാം വാർഷിക ദിനത്തിൽ സംയുക്ത കിസാൻ മോർച്ച തൊഴിലാളി കർഷക തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം പഴയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം V നാരായണൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആ നിലയിലാണ് മോഡിയുടെ പാമ്പിന്റെ വിഷം രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക് മേലെ കാളകൂടത്തിന്റെ അന്തരീക്ഷം ഉണ്ടാക്കിയത്. അതേ മോഡിയെ കൊണ്ട് തന്നെ പാമ്പിനെ കൊണ്ട് തന്നെ ആ വിഷം തിരിച്ചു കൊത്തിയെടുപ്പിക്കാൻ കാർഷിക സമരത്തിലൂടെ സാധിച്ചു എന്നുള്ളതാണ്. ആ നിയമം അസാധുവാക്കിക്കൊണ്ടുള്ള മറ്റൊരു നിയമം പാർലമെന്റിൽ മോഡി തന്നെ കൊണ്ടുവന്നിട്ട് പാസാക്കിയെടുത്തതും അത് പാസാക്കിയെടുത്തതിനെ തുടർന്ന് ആ സമരം പിൻവലിക്കുന്ന സാഹചര്യം രാജ്യത്ത് ഉണ്ടായതും. അതാണ് സംയുക്ത കിസാൻ മോർച്ചയുടെ സമരത്തിന്റെ ഉജ്ജ്വലമായ വിജയം ചരിത്രം രേഖപ്പെടുത്തിയ ആ ഒരു സമരാനുഭവം. അതിന് രാജ്യത്തെ കൃഷിക്കാർ മാത്രമല്ല, കർഷക തൊഴിലാളികളും ദുർബല ജനവിഭാഗങ്ങളും നാട്ടുംപുറത്തും നഗരങ്ങളിലും എല്ലാമുള്ള ജനങ്ങളും സംയുക്ത കിസാൻ മോർച്ചയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അതിനോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ നിയമം പിൻവലിച്ചു എന്നുള്ളത് സത്യം. ആ സത്യത്തിലൂടെ ആ സമരത്തിന്റെ മുഖ്യ ഡിമാൻഡ് സാധ്യതപ്രായമാക്കാൻ സാധിച്ചു എന്നുള്ളതും സത്യം. പക്ഷേ അതിനപ്പുറത്തുള്ള ചില കരാറുകൾ നരേന്ദ്രമോദി ഗവൺമെന്റ് പിന്നീട് പാലിച്ചില്ല, നടപ്പാക്കിയില്ല. CITU ഏരിയ സെക്രട്ടറി A രമേശ് ബാബു അധ്യക്ഷനായി. കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം KC മനോജ്, ST ജെയ്സൺ, A വാസു, AB മോഹനൻ എന്നിവർ സംസാരിച്ചു. കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം C ഹരീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സൗഹൃദ ചായക്കട നടത്തി. വയനാട് ജില്ലയിലെ ഗോത്രമേഖലകളിൽ ഓണക്കിറ്റ് നൽകുന്നതിന്റെ ധനശേഖരണാർത്ഥമാണ് ചായക്കട ഒരുക്കിയത്. പരിപാടിയുടെ ധനശേഖരണാർത്ഥമാണ് NSS വിദ്യാർത്ഥികൾ സ്കൂൾ ക്യാമ്പസിൽ
തട്ടുകട നടത്തിയത്. വളണ്ടിയേഴ്സ് വീടുകളിൽ നിന്നും തയ്യാർ ചെയ്ത് വിവിധയിനം ചെറുകടികളും പലഹാരങ്ങളുമാണ് തട്ടുകടയിൽ വിതരണത്തിനായി എത്തിച്ചത്. PK ഹയർ സെക്കൻഡറി സ്കൂൾ കടവത്തൂരിൻ്റെ NSSന്റെ വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച തട്ടുകട വളരെ സന്തോഷത്തോടെ കൊണ്ടുപോകുന്നുണ്ട്. ഈ തട്ടുകടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ചെറിയ തുകയാണെങ്കിലും അത് നമ്മുടെ അയ്യങ്കാളി ദിനത്തിൽ വയനാട്ടിലെ ട്രൈബൽ ഏരിയയിൽ ട്രൈബൽ മേഖലകളിൽ അവർക്ക് ഓണക്കിറ്റ് വാങ്ങിക്കാനുള്ള ഫണ്ടിലേക്കാണ് വിനിയോഗിക്കുന്നത്. വളരെ അഭിമാനമുണ്ട്. നമ്മുടെ മക്കള് NSS ഇതിനു മുമ്പും പല പല പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ NSS അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിനു മുമ്പ് നമ്മുടെ സഹപാഠിക്കൊരു കൂട് എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ഈ PK ഹൈസ്കൂളിലെ വിദ്യാർത്ഥിക്ക് ഒരു വീട് വെക്കുന്ന പരിപാടിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഏകദേശം ഒരു 80% ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വളരെ അഭിമാനം തോന്നുന്ന മുഹൂർത്തത്തിലൂടെയാണ് നമ്മുടെ മക്കൾ NSS പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വളരെ സന്തോഷമുണ്ട് ഈ പദ്ധതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 4 വർഷങ്ങളായി PK ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും മറ്റുമായി പലവിധ സഹായങ്ങൾ നടത്തി വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് കേരള നവോത്ഥാനത്തിലെ മഹത് വ്യക്തിയായ അയ്യങ്കാളി ഓർമ്മ ദിനത്തിൽ വയനാട്ടിലെ ട്രൈബൽ വിഭാഗത്തിന് ഓണക്കിറ്റ് സമാഹരണത്തിന് വേണ്ടിയിട്ട് വീടുകളിൽ നിന്നും ഭക്ഷണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇവിടെ തട്ടുകട നടത്തിയിട്ട് ഫണ്ട് സമാഹരണം നടത്തുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് തട്ടുകട ഇവിടെ നടന്നു വരുന്നത്. PKMHS കടവത്തൂർ NSS യൂണിറ്റിന്റെ ഭാഗമായി ഓണക്കിറ്റ് വിതരണം ചെയ്യുക എന്ന മോട്ടീവായി നമ്മൾ ഒരു തട്ടുകട ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടികളായ ബോണ്ട, ഇറച്ചിപ്പത്തില് അങ്ങനത്തെ ഐറ്റംസ് കൊണ്ടാണ് നമ്മൾ നടത്തിയത്. എല്ലാവരും പൂർണ്ണ സഹകരണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഓണത്തിനേക്ക് നമുക്കൊരു കിറ്റ് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമ്മൾ കണ്ട് ഇത് NSSന്റെ അഭിമാനമായി നമ്മൾ കരുതുന്നു. പ്രിൻസിപ്പൽ VK സുജൻ, പ്രോഗ്രാം ഓഫീസർ ജാബിർ ഇല്ലത്ത്, വളണ്ടിയർ ജഹാന എന്നിവർ നേതൃത്വം നൽകി. നാഷണൽ കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പുളിയാവ് PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷ് വിഭാഗം കോൺവെക്കേഷൻ സെറമണി സംഘടിപ്പിച്ചു. കോളേജ് മാനേജ്മെന്റ് ചെയർമാൻ വയലോളി അബ്ദുള്ള പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജ്മെന്റ് ചെയർമാൻ വയലോളി അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ അസാധാരണമായി കേൾക്കാറുണ്ടെങ്കിലും ഇപ്പൊ അത് സാധാരണമായി കേട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോ 22 യൂണിവേഴ്സിറ്റികളുടെ പ്രൈവറ്റ് സെക്ഷൻ പുതിയ വിദ്യാഭ്യാസ രീതിയെ പറ്റിയൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോഴും കഠിന ശ്രമത്തിലാണ് മാനേജ്മെന്റ് ഇതെങ്ങനെ ഒരു ഡ്രീം യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പോൾ നമ്മുടെ കോളേജിൽ 1500 കുട്ടികൾ അഡ്മിഷൻ കുട്ടികൾ കൂടി വരാൻ സാധ്യതയുണ്ട്. ഈ വർഷം തന്നെ നമുക്ക് ജസ്റ്റ് 500 കുട്ടികൾ ഇവിടെ ചേർന്നു. വെറുതെ ആരെങ്കിലും ഒന്നും ചെയ്തു ഇതുപോലെ പ്രഗത്ഭരായ ടീച്ചേഴ്സ്, പഠിക്കാൻ കഴിയുന്ന മക്കൾ, അവരുടെ രക്ഷിതാക്കൾ. മടപ്പള്ളി കോളേജ് ഇംഗ്ലീഷ് വിഭാഗം മേധാവി പ്രൊഫസർ NK അൻവർ മുഖ്യാതിഥിയായി. The air in this hall is charged with some discussion, a blood of pride and anticipation. Today marks a milestone of extraordinary significance. You are not just graduates, you are postgraduates in English. And this day is not only the festivity of what you have learned, but also a recognition of the intellectual discipline, of the struggles, of the academic curiosity that brought you here. 2 years ago, you came into this postgraduate program
with the ambition in their eyes and a willingness to embrace, to face challenges. ബിരുദദാന ചടങ്ങും അദ്ദേഹം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബഷീർ കോട്ട അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളായ മരുന്നോളി കുഞ്ഞബ്ദുള്ള, TTK ഖാദർ ഹാജി, TTK അഹമ്മദ് ഹാജി, പൊയിൽ ഇസ്മയിൽ, വൈസ് പ്രിൻസിപ്പൽ മൂലയിൽ ഷിജിത്ത്, IQAC കോർഡിനേറ്റർ ഡോക്ടർ മധുസൂദനൻ എന്നിവർ സംസാരിച്ചു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മേധാവി രാമചന്ദ്രൻ സ്വാഗതവും കോൺവൊക്കേഷൻ കോർഡിനേറ്റർ A. ഷർമിന നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ 19 വിദ്യാർത്ഥികൾ ബിരുദ സർട്ടിഫിക്കറ്റ് നേടി. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഹരിത പഞ്ചായത്ത് നേട്ടം കൈവരിക്കാൻ പ്രാപ്തരാക്കിയ ഹരിതകർമ്മ സേനാംഗങ്ങളെ സ്വാതന്ത്ര്യദിനത്തിൽ ആദരിക്കും. കതിരൂർ ചോനാടത്തെ ഹോട്ടൽ ഇത്താത്താസ് കിച്ചന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആദരായനത്തിൽ എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡോക്ടർ RL സംഗീത എന്നിവർ പങ്കെടുക്കും. 25ഓളം ഹരിതകർമ്മ സേനാംഗങ്ങളെയാണ് ആദരിക്കുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോസാൻഡും ജിയോമിക്സ് കോൺക്രീറ്റും. ജിയോസാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോസാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകളിലേക്ക്. സാന്ത്വനം കമ്മിറ്റി തലശ്ശേരി മുസ്ലിം ജമാഅത്ത് ഗൾഫ് ചാപ്റ്ററിന്റെ സഹകരണത്തോടെ പുറത്തിറക്കുന്ന ആംബുലൻസിന്റെ സമർപ്പണം വെള്ളിയാഴ്ച നടക്കും. ഉച്ചയ്ക്ക് 2 മണിക്ക് ഗുഡ്ഷെഡ് റോഡിലെ ദാറുൽ അൻവാർ കോംപ്ലക്സ് പരിസരത്താണ് കൈമാറൽ ചടങ്ങ് നടക്കുകയെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരള മുസ്ലിം ജമാഅത്ത് സംസ്ഥാന സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സമർപ്പണ ചടങ്ങ് നിർവഹിക്കും. പ്രൊഫസർ UC അബ്ദുൾ മജീദ് അധ്യക്ഷനാകും. ഓടത്തിൽപ്പള്ളി ഖത്തീബ് സയ്യിദ് ഇബ്രാഹിം പൂക്കോയ തങ്ങൾ ദുആ നിർവഹിക്കും. SYS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് സഖാഫി മെരുവമ്പായി മുഖ്യ പ്രഭാഷണം നടത്തും.
സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് ഇതര ആംബുലൻസ് സർവീസുകളേക്കാൾ കുറഞ്ഞ നിരക്കിലും സേവനം ലഭ്യമാകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവർത്തനം ഒന്നുകൂടി വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു ആംബുലൻസ് സമർപ്പണം നാളെ ആഗസ്റ്റ് 15 ഉച്ചയ്ക്ക് 2 മണിക്ക് ഉഡ്ഷഡ് റോഡിലുള്ള ദാറുൽ അൻവാർ മസ്ജിദിൽ വെച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയും കേരളത്തിനകത്തും പുറത്തും പ്രഗത്ഭനായ പ്രാസംഗികനായ ബഹുമാനപ്പെട്ട പേരോട് അബ്ദുറഹിമാൻ സഖാഫി നിർവഹിക്കുകയാണ്. സാന്ത്വന പ്രവർത്തനം കേരളത്തിലെ സംഘടന SYSന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ 2 വെള്ളപ്പൊക്ക കാലഘട്ടത്തിലും അതിനുശേഷവും ചൂരൽമലയിലും കവളപ്പാറയിലും കഴിഞ്ഞ വർഷം വയനാട്ടിലും വളരെ സ്തുത്യർഹമായി പ്രവർത്തനം കാഴ്ചവെച്ച ഒരു സംഘടനയാണ് സമസ്തയുടെ കീഴിലുള്ള സാന്ത്വനം. വാർത്താ സമ്മേളനത്തിൽ അഡ്വൈസറി ബോർഡ് ചെയർമാൻ പ്രൊഫസർ UC അബ്ദുൾ മജീദ്, കേരള മുസ്ലിം ജമാഅത്ത് തലശ്ശേരി സോൺ പ്രസിഡന്റ് P മഹമ്മൂദ് മാസ്റ്റർ, കേരള മുസ്ലിം ജമാഅത്ത് ഗൾഫ് ചാപ്റ്റർ ചെയർമാൻ യൂനിസ് വേറ്റുമ്മൽ, തലശ്ശേരി സാന്ത്വനം ചെയർമാൻ KP മുഹമ്മദ് റഫീഖ്, മറ്റ് ഭാരവാഹികളായ KM മഹമ്മൂദ് ഹാജി, CKP അബ്ദുറഹ്മാൻ KE, യാക്കൂബ് സാദി, നൌഷാദ് ധർമ്മടം എന്നിവർ പങ്കെടുത്തു. IHMA തലശ്ശേരി ചാപ്റ്ററും പാനൂർ ഇക്ര ഇസ്ലാമിക് വുമൻസ് കോളേജും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കോളേജ് ഓഡിറ്റോറിയത്തിലാണ് ക്ലാസ് നടന്നത്. ആരോഗ്യ ക്ലാസ് മുസ്താഖ് ഖുദവി ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ നാസർ സാഹിബ് അധ്യക്ഷനായി. ഡോക്ടർ അബൂബക്കർ കടവത്തൂർ ആമുഖ ഭാഷണം നടത്തി. ഡോക്ടർ സാലിഹ മുഹ്സിൻ, ഡോക്ടർ ഹസ്നസ് അലി എന്നിവർ സ്ത്രീരോഗവും ഹോമിയോപ്പതിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചു. വ്യാപകമായി കാണുന്ന PCOD, ഗർഭാശയത്തിലെ മുഴ, സ്ത്രീ സംബന്ധമായ പല രോഗങ്ങൾക്കും ഹോമിയോപ്പതി മരുന്നുകൾ ഫലപ്രദമാണെന്ന് ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർമാർ പറഞ്ഞു. 50ഓളം വിദ്യാർത്ഥിനികൾ പങ്കെടുത്തു. കാർഷിക ദിനത്തോടനുബന്ധിച്ച് കടവത്തൂർ വെസ്റ്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പൊയിലൂരിലെ മുതിർന്ന കർഷകനായ കൃഷ്ണൻ മാസ്റ്ററെ സന്ദർശിച്ചു. പഴയകാല കാർഷിക ഉപകരണങ്ങളെക്കുറിച്ച് അറിയാനും കൃഷിരീതിയെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയായിരുന്നു സന്ദർശനം. 2ാം ക്ലാസ്സിലെ 69 വിദ്യാർത്ഥികളും അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് ഫീൽഡ് ട്രിപ്പിലൂടെ കൃഷ്ണൻ മാസ്റ്ററുടെ പൊയിലൂരിലെ വസതിയിലെത്തി സംവദിച്ചത്. പഴയകാല കാർഷിക ഉപകരണങ്ങളുമായി വിവിധ ഇടങ്ങളിൽ പ്രദർശനം നടത്തിയ കൃഷ്ണൻ മാസ്റ്ററുമായുള്ള സംവാദം കുട്ടികൾക്ക് പുതിയ അനുഭവമായി. 3 തരം കലപ്പകൾ, വെള്ളം തേയുന്ന കയറ്റുകൊട്ട, തൂക്കമളക്കുന്ന തുലാങ്കല്ല്, റാത്തൽ, വെള്ളിക്കോല്, പാളത്തൊപ്പി തുടങ്ങിയ ഉപകരണങ്ങളും നിലന്തല്ലി, ചൂരക്കൊട്ടി, അണപ്പലക, കണ്ണോപ്പ, ഓലക്കുട തുടങ്ങി 100-ലധികം വർഷം പഴക്കമുള്ള വിവിധ തരം കാർഷിക ഉപകരണങ്ങൾ, 175-ൽ പരം കാർഷിക ഉപകരണങ്ങളാണ് റിട്ടയർഡ് അധ്യാപകൻ കൂടിയായ EP കൃഷ്ണന്റെ കയ്യിലുള്ളത്. ഇതിന്റെ പേര് തട. ഇത് കല്ല്, 1 ഗ്രാം കല്ല്. ഇത് അതിന്റെ പകുതി 1/2 കിലോ കല്ല്. ഇത് അതിന്റെ പകുതി 3.25 കിലോ. പിന്നെ ഇത് റാത്തല് പറയുകയാണെങ്കിൽ ഇത് 32 റാത്തൽ. ഇത് അതിന്റെ പകുതി 16 റാത്തൽ, 8 റാത്തൽ. നെല്ല് വിറ്റ് വിതച്ചു കഴിഞ്ഞാൽ ഇതിനെ കൊണ്ടാണ് മണ്ണടുക്കുക. ഇതിന്റെ പേര് പാരക്കൊക്ക. അപ്പൊ ആ നെല്ലിന്റെ കൂടെ എന്റെ ബൗണ്ടറി എല്ലാം ജാമ, തിന, മുത്താറി, പിന്നെ എല്ലാ സ്ഥലത്തും കുറച്ച് തുവരയിടും. പിന്നെ മഴക്കാല പച്ചക്കറി ഇല്ലേ, എന്റെ പേര് പാരക്കൊക്ക. ആ ചേവിന്റെ മുകളിൽ നെല്ലിട്ടാൽ ഇതിനെ കൊണ്ടാണ് നിരത്തിയിടുക. ചേവ് 4 അടി വീതിയും 6 അടി നീളം ഉണ്ടാവും. ഇല്ലാണ്ട് നമുക്ക് കയ്യെത്തൂല. ഇപ്പൊ 2-3 ദിവസം ചേവിന്റെ മുകളിൽ ഉണങ്ങിയാലാണ് ആ നെല്ല് വയറ്റ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ കുത്തും. വീട്ടിൽ തന്നെ വിരല് ഒലക്കിയുണ്ടാവും. കാള ഇവിടെയാണ് കാണിച്ചിടാം. ഇവിടെ ഒരു കാള ഇപ്പഴാ. എന്നിട്ട് ഇവിടെ കൃഷിക്കാരൻ ഒരാൾ പിടിച്ചാണ്ടാവും. പിന്നെ ഈ ഭാഗം മണ്ണിനടി പോയിട്ട് മണ്ണിനെ ഇളക്കിയിടും.
25 വർഷത്തിലധികമായി ജൈവകൃഷിയിൽ സജീവമായ ഇദ്ദേഹത്തിന് നിരവധി അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. കൃഷിയുടെ ഘട്ടങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവയുടെ ഉപയോഗങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഫീൽഡ് ട്രിപ്പ് നടത്തിയത്. 2ാം ക്ലാസ്സിലെ പാഠഭാഗത്തിലെ പഴയകാല കാർഷിക ഉപകരണങ്ങളെ അടുത്തറിയാനുള്ള അവസരമായിരുന്നു വിദ്യാർത്ഥികൾക്കിത്. ഫീൽഡ് ട്രിപ്പിൽ 2ാം ക്ലാസ്സിലെ 69 വിദ്യാർത്ഥികളും അധ്യാപകരായ അനന്തനാരായണൻ, ബിജിന, നേഹ, ഷാദിയ എന്നിവരും പങ്കെടുത്തു. രോഗനിർണയ സംവിധാനങ്ങളിൽ കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കണ്ണൂർ ആശ്രം മിംസിൽ 2ാമത്തെ അഡ്വാൻസ്ഡ് MRI യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്കാനിംഗ് പൂർത്തിയാക്കുവാനും ഹൃദയം, കരൾ, സന്ധികൾ, ന്യൂറോ, സ്തനങ്ങൾ എന്നിവയുടേതുൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കുവാനും ഇതുവഴി സാധിക്കും. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്കാനിംഗ് പൂർത്തിയാക്കുവാനും ഹൃദയം, കരൾ, സന്ധികൾ, ന്യൂറോ, സ്തനങ്ങൾ എന്നിവയുടേത് ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ ലഭ്യമാക്കുവാനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ സ്കാനിംഗ് പൂർത്തിയാക്കുവാനും സാധിക്കുമെന്നതും കുറഞ്ഞ അളവിലുള്ള കോൺട്രാസ്റ്റിന്റെ ഉപയോഗം മാത്രമേ ആവശ്യമായി വരുന്നുള്ളൂ എന്നതും ഈ യൂണിറ്റിന്റെ സവിശേഷതകളാണ്. അപകടങ്ങളിൽ ഉൾപ്പെടെ അടിയന്തര ഘട്ടങ്ങളിൽ രോഗനിർണയം ആവശ്യമായി വരുന്ന സന്ദർഭങ്ങളിൽ സമയനഷ്ടമില്ലാതെ ചികിത്സ പുരോഗമിക്കുവാൻ 2ാമത്തെ അഡ്വാൻസ് MRI യൂണിറ്റ് യാഥാർത്ഥ്യമാകുന്നതോടെ സാധ്യമാകുമെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS പറഞ്ഞു. Second thing is, all the best for the new mission which you have got here, and then നല്ല സർവീസ് നമ്മുടെ നാട്ടിലുള്ള ആളുകളേക്ക് കിട്ടട്ടെ. പിന്നെ സെക്കൻഡ് തിങ് ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ അബൌട്ട് യുവർ ഹോസ്പിറ്റൽ. പൊതുവെ കേരള ഹോസ്പിറ്റൽസ് നമ്മൾ നോക്കിയിട്ടുണ്ടല്ലോ. ദിസ് ഹോസ്പിറ്റൽ ഈസ് ലൈക്ക് റിയലി ഗുഡ് compared to other states, how it is managed well. More of service motive and then clean and then hygienic environment, and then doctors are very professional, the staffs are very professional here. Namada liaison, I have never seen such liaison happening anywhere. So these are all a feather in the cap on. So at the end of the day, treatment is a part, but the human touch is plays a very bigger role in solving or healing anything. So you guys are doing a divine job of healing people. കൂടുതൽ മികവുറ്റതും ലോകോത്തര നിലവാരമുള്ളതും രോഗീ സൗഹൃദവുമായ അന്തരീക്ഷം നിലനിർത്തുന്നതുമാണ് പുതിയ യൂണിറ്റ് എന്ന് കണ്ണൂർ ആസ്റ്റർ മിംസ് COO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. ചടങ്ങിൽ റേഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ വരദരാജ്, ഡോക്ടർ ദീപ, ഡോക്ടർ തുഷാര, ആസ്റ്റർ മിംസ് ഡെപ്യൂട്ടി CMS ഡോക്ടർ അമിത് ശ്രീധരൻ, ഡോക്ടർ മുരളി ഗോപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. കണ്ണൂർ ശ്രീനാരായണ കോളേജ് അക്കാദമിക് മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ഇക്കണോമിക്സ് അലുമിനി അസോസിയേഷൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സിന്റെ സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇക്കണോമിക്സ് അലുമിനി അസോസിയേഷൻ പ്രസിഡന്റ് M വാസുദേവൻ അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP പ്രശാന്ത്, വിദ്യാർത്ഥികളായ ശ്രീഹരി, അപർണ പ്രദീപ് എന്നിവർക്ക് സ്കോളർഷിപ്പും MA BA ഡിഗ്രി പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ റീഹ പ്രവീൺ, N ഫഹ്മീദ എന്നിവർക്ക് ക്യാഷ് അവാർഡും നൽകി. CP നവ്യ, ആദിത്യ രാജീവൻ എന്നിവർക്ക് മൊമന്റോയും വിതരണം ചെയ്തു. ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ TO ജയശ്രീ, രക്ഷാധികാരി COK അലവി, അഡ്വൈസർ K ബാലചന്ദ്രൻ, വൈസ് പ്രസിഡന്റ് KP ജയപ്രകാശ്, ശ്രീകാന്ത് ചേനോളി, നീന, സപ്ന, ഷൈനി അനൂപ്, പ്രദീപ് കുമാർ, AP രാഗേഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ 52,635 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാൻ സർക്കാരിനായെന്ന് മന്ത്രി MD രാജേഷ്. കേരളത്തിൽ മുൻഗണന ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കും മനുഷ്യരുടെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതിനുമാണെന്നും മന്ത്രി. വിദ്യാഭ്യാസം കഴിഞ്ഞാൽ യുവാക്കളെ സംബന്ധിച്ച് തൊഴിലാണ് പ്രധാനമെന്നും തൊഴിലിൽ മികവ് പ്രകടിപ്പിക്കാനാവണമെന്നും മന്ത്രി OR കേളു. പട്ടികജാതി വർഗ വിഭാഗത്തിലെ കുട്ടികൾ ലോകത്തെവിടെയും തൊഴിൽ ചെയ്യാൻ തയ്യാറാവണമെന്നും മന്ത്രി. ചതുർഭാഷാ നിഘണ്ടു രചിച്ച ഞാറ്റുവേല ശ്രീധരന് നാടിന്റെ അന്ത്യാഞ്ജലി. ഓർമ്മയായത് 2ാം ഗുണ്ടർട്ട് എന്ന വിശേഷിപ്പിക്കപ്പെട്ട ഗ്രന്ഥകാരൻ. പാനൂരിനടുത്ത് മൊകേരി സ്വദേശി ബാംഗ്ലൂരിൽ കാറിടിച്ചു മരിച്ചു. മരിച്ചത് നൊച്ചോളി പള്ളിക്കു സമീപത്തെ കുനിയിൽ സുരേഷ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.